ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനും സച്ചിയും കൂടി വീണ്ടും വഴക്കിടാണ് കേട്ടോ. അശ്വിൻ്റെ വണ്ടിയുടെ മുന്നിൽ നമ്മുടെ സച്ചിയുടെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടിരിക്കുക കേട്ടോ. ആളാണെങ്കിൽ അതിന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ അശ്വിൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണോ? അയ്യോ സോറി സാർ, സാറിനെ അന്വേഷിച്ച് ഞാൻ ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ സാർമാർക്ക് ഒരേ വാശി, എന്നെ സാറിനെ കാണാൻ അനുവദിക്കില്ലാന്ന്. അതുകൊണ്ടാണോ എന്നെ വഴിയിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്? സത്യം പറയാലോ സാറേ, അത് തന്നെയാണ് കാരണം എന്ന് പറയാൻ കേട്ടോ സച്ചി. പിന്നെ കാറിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയത് എന്താന്ന് വെച്ചാൽ കാത്തിരിക്കുന്നത് എത്രത്തോളം മുഷിച്ചിലാണെന്ന് സാറൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അശ്വിൻ പറയും, ഓഫീസിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയാതെ എന്നെ വന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചത് തന്റെ തെറ്റ്. അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. അതിന് താൻ എന്നോട് ഇങ്ങനെയാണോ റിവെഞ്ച് ചെയ്യുന്നത്? അയ്യോ സർ, ഇത് റിവെഞ്ച് ഒന്നുമല്ല. നമ്മൾ തരക്കാരാകുമ്പോ ഇതിന്റെ വൈബ് നമുക്ക് മനസ്സിലാവുമല്ലോ. എന്താ പറഞ്ഞേ? തരക്കാരോ? എന്റെ നിഴൽ വട്ടത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത തനിക്കില്ല മിസ്റ്റർ എന്ന് അശ്വിൻ പറയുമ്പോൾ, പണം വെച്ചാണ് യോഗ്യത അളക്കുന്നതെങ്കിൽ ഈ പറഞ്ഞത് നേരാ. അതിനപ്പുറം ജീവിതത്തിന് മറ്റു ചില മൂല്യങ്ങളും ഉണ്ടല്ലോ സർ, മനുഷ്യത്വം, സ്നേഹം. അപ്പോ സാറിന് എന്റെ നിഴൽവട്ടത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഉണ്ടായെന്ന് വരില്ലാന്ന് സച്ചി അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. എനിക്ക് തന്നോട് സംസാരിക്കാനുള്ള നേരമില്ല, താൻ വണ്ടി മാറ്റുന്നോ അതോ? അപ്പൊ സച്ചി, സാറിനെ കൊണ്ട് മാറ്റിക്കായിരുന്നു, പക്ഷേ ഈ വണ്ടി ഞാൻ പറഞ്ഞാലേ അനുസരിക്കൂ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? യോഗ്യതയുടെ കാര്യം. അതെ, എപ്പോഴെങ്കിലും തിരക്കൊക്കെ കഴിയുമ്പോഴേ കണ്ണാടിക്ക് മുന്നിൽ ഒന്ന് പോയി നിന്ന് നോക്കണം. എന്നിട്ട് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. പുത്തനല്ലാതെ എന്തെങ്കിലും ക്വാളിറ്റി ഇയാൾക്കുണ്ടോ എന്ന്. ബിസിനസ്സിൽ ഉടമ്പടി വയ്ക്കുന്നതൊക്കെ സാധാരണ കാര്യമാണ്, പക്ഷേ ജീവിതത്തിൽ എഗ്രിമെന്റ് ഒക്കെ വെച്ച് ജീവിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയട്ടോ സച്ചി. അപ്പോഴേക്കും നമ്മുടെ അശ്വിന്റെ കിളി പാറുകയാണ് കേട്ടോ. സാറും ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, ഭാര്യയായി ഇത്ര മാസത്തേക്ക് ഒരുമിച്ച് ജീവിക്കാന്ന്. അതൊക്കെ ചീപ്പ് പരിപാടിയല്ലേ സാറേ? അല്ല, സാർ ആരൊക്കെയോ വിട്ട് എന്റെ ജാതകമൊക്കെ തപ്പിയെടുക്കാനൊക്കെ നോക്കിയല്ലോ. എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടിയത്? എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് തന്നെ ചോദിക്കാൻ പാടില്ലേ? അത് കേട്ടിട്ട് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, നോക്ക്, തൻ്റെ ഈ ഡയലോഗ് ഒന്നും കേട്ട് ഈ അശ്വിൻ സാറാം നിലയ്ക്ക് നിർത്താമെന്ന് വിചാരിക്കണ്ട. അയ്യോ, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല സാറേ. ഞാൻ ഇന്ന് ഓഫീസിൽ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാനും സാറിന്റെ ഭാര്യയും കൂടി തുടങ്ങുന്ന പുതിയ റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ. ആരെയെങ്കിലും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലേ ന്യൂജൻ പിള്ളേർക്ക് ഒരു വൈബ് കിട്ടുള്ളൂ. സാർ എന്തായാലും ചടങ്ങിന് വരണം. താൻ എന്നാ വിചാരിച്ചേ? തന്നെ കണ്ട് ഞാൻ ഭയന്നു പോയെന്നോ? എന്റെ ഭാര്യയും താനും ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സും നടത്താൻ വേണ്ടി പോകുന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. കാരണം പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് സാറിന് വിഷമിക്കേണ്ടി വരും. ഞാൻ തുടങ്ങാൻ വേണ്ടി വിചാരിച്ച ബിസിനസ് എന്തായാലും തുടങ്ങിയിരിക്കും. ഹൗ ഡെയർ യു? നിനക്കതിന് കഴിയില്ല. നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, നടക്കില്ല എന്ന് പറയട്ടോ അശ്വിൻ. അത് നടക്കുവോ നടക്കില്ലെന്ന് നമുക്ക് വഴിയെ കാണാം സാർ. എന്തായാലും സാർ ഉദ്ഘാടനത്തിന് വരണം. പിന്നെ നേരിട്ട് കണ്ട് ക്ഷണിച്ചില്ല എന്നൊന്നും പരാതി പറഞ്ഞേക്കരുത്. സാറിനി നിന്ന് വിയർക്കണ്ട, വീട്ടിലേക്ക് പൊക്കോ, ഞാൻ വണ്ടി മാറ്റി തന്നേക്കാം, പൊക്കോ സാറേ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോവാട്ടോ. ആകെപ്പാടെ ചമ്മി നാണം കെട്ട് നമ്മുടെ അശ്വിനും വണ്ടി എടുത്ത് പോവാണേ. വീഡിയോ ഇഷ്ടമായോ? ബൈ.